മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി, ജസ്റ്റിസ് എ.ജി. മർസിക് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. എ.ഐ.എം നേതാവും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിശോധിച്ചത്. ആർ രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഗേഷ്, ഏറെ ചർച്ചാ വിഷയമായ വിവാദമായ വിഷയത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്, അല്ലേ? ഇടക്കാല ഉത്തരവ് ഇന്ന് കോടതി പറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയിൽ നിലവിലുള്ളത്. കാരണം ഏപ്രിൽ മാസത്തിലാണ് രാജ്യസഭയും ലോക്സഭയും ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. അതിനുശേഷം ഏപ്രിൽ 5-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഇത് നിയമമാകുകയും ചെയ്തു. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തു. തുടർന്നാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചത്. തുടർച്ചയായി 3 ദിവസമാണ് ഇതിൽ വാദം കേട്ടത്. അതായത് മെയ് മാസത്തിൽ തുടർച്ചയായി 3 ദിവസം വാദം കേട്ടു. അതിനുശേഷം മെയ് 22-ാം തീയതി ഇടക്കാല ഉത്തരവിനായി കോടതി കേസ് മാറ്റിവെക്കുകയും ചെയ്തു. കോടതി അന്ന് സൂചിപ്പിച്ച കാര്യം ഈ വഖഫ് നിയമം നടപ്പാക്കരുത്, ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ തൽസ്ഥിതി തുടരട്ടെ എന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഭരണഘടനാ സാധുത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ആ കാര്യങ്ങളിൽ വിശദമായ വാദം പിന്നീടായിരിക്കും നടക്കുക. മറിച്ച് ഈ ബില്ല് ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. ആ ഇടക്കാല ഉത്തരവിൽ കോടതി നിലവിലെ സ്ഥിതി തുടരട്ടെ എന്ന് പറയുമോ അതോ ഏതെങ്കിലും ചില വ്യവസ്ഥകൾ മാത്രം സ്റ്റേ ചെയ്യുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം ഈ ബില്ലിലെ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകളിൽ വലിയ വിവാദം നിലനിൽക്കുകയാണ്. ആ വ്യവസ്ഥകളാണ് വിവാദമായത്. പ്രത്യേകിച്ച് ഈ വഖഫ് ട്രൈബ്യൂണലിൽ മുസ്ലിം ഇതര അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ഭേദഗതി നിയമം. അതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള അധികാരം സർക്കാരിന് നൽകുന്നു. അത്തരം വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. ഇത് കൂടാതെ വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. അത് പക്ഷേ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. കാരണം കൃത്യമായ രേഖകളില്ലെങ്കിൽ പോലും കാലങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു പോകുന്ന സ്വത്തുക്കൾ അത് വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ആ വ്യവസ്ഥയൊക്കെ തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത് കൂടാതെ 6 മാസത്തിനുള്ളിൽ വഖഫ് രജിസ്റ്ററിൽ കേന്ദ്ര വഖഫ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള അധികാരം നഷ്ടപ്പെടും എന്ന് തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ എതിർപ്പ് ഈ ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്, വിവേചനം കാണിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ കേന്ദ്രം ഈ വാദത്തിനിടയിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അതായത് ബില്ല് ഒരിക്കലും മതവിരുദ്ധമല്ല, ഏതെങ്കിലും സമുദായത്തിൻ്റെ അധികാരത്തിൽ കടന്നു കയറുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേ ഉണ്ടാവരുതെന്ന വാദമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് അവർ വാദമായി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതി ഈ വാദത്തിനിടയിൽ ചില വ്യവസ്ഥകളോടെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതര മതസ്ഥർക്ക് ഇതിൽ ഭാഗമാകാമെന്നുള്ള വ്യവസ്ഥയിൽ കോടതി അന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു സ്ഥാപനങ്ങളിൽ ഹിന്ദു ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തായി ഉണ്ടായി. മാത്രമല്ല നൂറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തു പോകുന്ന വസ്തുക്കൾ അത് രജിസ്റ്റർ ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് എങ്ങനെ വഖഫ് ഭൂമി അല്ലാതാകും തുടങ്ങിയ ചോദ്യങ്ങൾ അന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 13-ാം നൂറ്റാണ്ടിലൊക്കെ കൈകാര്യം ചെയ്തു പോകുന്ന സ്വത്തുക്കൾ അതിനെങ്ങനെ രേഖ ഉണ്ടാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു വാക്കാലുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ അന്ന് കോടതി നടത്തിയിരുന്നു. അപ്പോൾ അത്തരം നിലപാടിലേക്ക് ഇന്ന് കോടതി പോകുമോ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും 10:00 തന്നെ ഇടക്കാല ഉത്തരവ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആര്യ. ആർ രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.